ഹായ് ഫ്രണ്ട്സ്, ഇഞ്ചിയൊന്നും വഴറ്റാതെ പെട്ടെന്നൊരു പുളിയിഞ്ചി നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 200 ഗ്രാം ഇഞ്ചി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വലിയ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഉള്ള പുളിയും വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുളി ഒന്ന് പിഴിഞ്ഞ് വെക്കണം. അതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ ഇഞ്ചി ഒന്ന് അരിഞ്ഞെടുക്കണം. ഞാനത് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തങ്ങ് എടുക്കുക ചെയ്തത്. രണ്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആ പുളിവെള്ളം കൈകൊണ്ട് അരിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഓരോ സാധനം വീതം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, അരിഞ്ഞു വെച്ച ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും. അത് വീട്ടിലുണ്ടായ പച്ചമുളക് നല്ല എരിവ്, അതുകൊണ്ടാണ് 3 ചേർത്തിട്ടുള്ളൂ. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനി ഒന്ന് വെന്ത് വരട്ടെ. തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണം, ഇഞ്ചി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി. അതുപോലെ ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 350 ഗ്രാം ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് എത്രമാത്രം മധുരം വേണോ അതിനനുസരിച്ച് അളവ് കൂട്ടി കൊടുക്കാം. മധുരം കൂടുതൽ വേണ്ടവർ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. സദ്യയിലെ പുളിയിഞ്ചിയും ഞങ്ങളുടെ തെക്കോട്ടുള്ളവരുടെ ഈ ഇഞ്ചിക്കറിയും ഒക്കെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ടതെല്ലാം ട്രൈ ചെയ്യാം. രണ്ടെല്ലാം ആവശ്യത്തിന് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം കായപ്പൊടി ചേർക്കണം, അല്പം ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കാനുണ്ട്. അതെല്ലാം കുറേശ്ശെ ചേർത്താൽ മതി കേട്ടോ. ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്ത് അത് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് വറുത്തിടാനുണ്ട്. ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് പൊട്ടി വരുന്ന സമയത്ത് ഒരു വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് പുളിയിഞ്ചിയിലോട്ട് ചേർത്ത് നമുക്ക് ഇളക്കി തണുത്തതിന് ശേഷം പാത്രത്തിൽ കോരി വെക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വഴറ്റിയൊന്നും വേണ്ടാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ വെക്കുന്ന ഒരു പുളിയിഞ്ചിയാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. എല്ലാം സാധാരണ പോലെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു. കണ്ടാലറിയാമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.